ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ലിങ്ങിന്റെ അമ്മയാണെങ്കിലും ഒട്ടും വയ്യാന്ന് പറഞ്ഞ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ദേ ഇവിടെ നിൽക്കുന്ന ഈ പെൺകുട്ടി പോലും അവളുടെ നാട്ടിലേക്ക് പോവാണ്. എന്നെ നോക്കാനായിട്ട് ആരുമില്ല, ഞാൻ ഇനി ഇവിടെ ഒറ്റക്ക് കിടന്ന് ചത്തുപോകുമെന്നാ തോന്നുന്നത്, എനിക്കൊട്ടും വയ്യെന്നും പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പൊ തന്നെ നാൻസിയും, ആന്റി നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ആര് വേണേലും പോയിക്കോട്ടെ, ആന്റിനെ നോക്കാനായിട്ട് ഞാനിവിടെ നിന്നോളാം. എനിക്കാണെങ്കിലോ പേരിന് പറയാൻ പോലും ഒരു ജോബൊന്നുമില്ല, ലൈവ് സ്ട്രീമിംഗ് അല്ലേ, അതിപ്പോ ആന്റിനെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നാണെങ്കിലും എനിക്ക് ചെയ്യാം. ആന്റി എന്തായാലും വിഷമിക്കണ്ട, ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ടാവും എന്ന് പറയും. ആ ഓക്കെ മോളെ, ആന്റിനെ നോക്കാനായിട്ട് മോള് നിൽക്കുമെന്ന് പറഞ്ഞപ്പോ തന്നെ ആന്റിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും ഞാൻ നല്ല ടയേർഡാണ്, എനിക്ക് നല്ല ശരീരം വേദനയൊക്കെ ഉണ്ട്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയിരുന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കും, ഞാനൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളെ വിളിക്കാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകും. പോയ പുറകെ തന്നെ അമ്മക്കാണെങ്കിലും ഭയങ്കര ഹാപ്പി. ഇവരെ എങ്ങനെയെങ്കിലും ചേർത്ത് വെക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണല്ലോ പുള്ളിക്കാരി. അയ്യേ രണ്ടുപേരും മണ്ടന്മാരാണ്, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ നേരത്തെ തന്നെ ഓഫീസിലേക്ക് പോവാന്നും പറഞ്ഞ് ലില്ലി റെഡി ആയിട്ട് നേരെ ഓഫീസിലേക്ക് വരും. ലില്ലി ഓഫീസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സിസോയും സാങ്ങും ഓൾറെഡി അവിടെ ഉണ്ട്. അതുമല്ലാണ്ട് മറ്റു ചിലർ നൈറ്റൊക്കെ ഓവർ ടൈം വർക്ക് ചെയ്ത് അവിടെ തന്നെ കിടന്നുറങ്ങുവാണ്. ഇത് കാണുന്ന ലില്ലിയും, എന്താണ് ഇത്, നിങ്ങൾക്ക് വീട്ടിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ലെന്ന് ചോദിക്കും. വീട്ടിലേക്ക് പോകുന്നതൊക്കെ പിന്നെ ആകാം, ജിങ്ഷി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു പ്ലാനൊക്കെ ചെയ്ത് തന്നിട്ടല്ലേ പോയത്. ആ ഒരു പ്ലാൻ സിസോയും ഞങ്ങളും കൂടി പകലും രാത്രിയൊക്കെ നിന്ന് ഏകദേശം തീർത്തു. ഇനി അത് പ്രിന്റ് ചെയ്യാൻ മാത്രമേ ടൈം എടുക്കുള്ളൂ. ആ ഒരു ടൈമിനാണ് സിസോ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത്. സിസോന്റെ പ്ലാൻ പ്രകാരം നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ടൈം പോലും പകുതിയായി കിട്ടും. നോർമലി പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര അളവിനാണ് പ്രിന്റിങ് കിട്ടുക, അതിനേലും 3 മടങ്ങ് അളവിന് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കും. സിസോന്റെ ഐഡിയ സൂപ്പറാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലില്ലി വല്ലാണ്ട് ഇംപ്രസ് ആകും. സിസോ, നിന്റെ അടുത്ത് നിന്നും ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല, എന്തായാലും നീ ഒരുപാട് കലക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും വാ, ഈ ഒരു സന്തോഷത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കോഫി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ലില്ലി പോകും. അതേ ടൈം നാൻസി ലിങ്ങിന്റെ അമ്മനെ കാണാനായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലും. ആന്റി ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് ചോദിക്കും. ആ മോളെ, ഞാൻ ഓക്കെയാണ്, എനിക്ക് എന്തിന്റെ കുറവാണ് എന്റെ മോൻ വെക്കുന്നത്, നീ കണ്ടില്ലേ, എനിക്ക് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് അവന്റെ സൂപ്പ് വെച്ച് തന്നോന്നും പറഞ്ഞ് ലിങ്ങിനെ വല്ലാണ്ട് പൊക്കിക്കൊണ്ടിരിക്കും. നാൻസിക്ക് ലിങ്ങിന്റെ മേത്ത് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ലിങ്ങിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നാൻസിക്ക് തന്നെ ഓക്വേർഡ് ആവുന്നുണ്ട്. എന്തിനായിരിക്കും ആന്റി ലിങ്ങിനെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ചോണ്ടിരിക്കും. ലിങ്ങിനാണെങ്കിലും ഇതൊക്കെ കേട്ട് നാണവും വരുന്നുണ്ട്. മോനെ, നീ രാവിലെ തന്നെ എഴുന്നേറ്റ് സൂപ്പൊക്കെ വെച്ചില്ലേ, ഒരുപാട് സൂപ്പ് ബാക്കിയുണ്ടെന്നല്ലേ പറഞ്ഞത്, നീ ഇത് ഇവൾക്കും കൂടി കൊടുക്ക്, ചെല്ലു ചെല്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി സൂപ്പ് പോയി കുടിക്കെന്ന് പറയും. ആ ഓക്കെ ആന്റി, ആന്റി എന്തായാലും പറഞ്ഞതല്ലേ, ഞാൻ പോയി സൂപ്പ് കുടിക്കാം, എന്തായാലും ആന്റി ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് നാൻസി അങ്ങനെ പോകും. അതേ ടൈം യാനിന്റെ അടുത്തേക്ക് ജിങ്ഷിയുടെ ഒക്കെ കമ്പനി നോക്കുന്ന ഒരു മാനേജർ വന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കും. ജിങ്ഷി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പോയ ആ ഒരു പ്രോജക്റ്റിന്റെ ഫയലാണത്. സാർ, ജംഗ്ഷൻ കമ്പനിയിലുള്ള ഓരോരുത്തരും ഭയങ്കര ടാലന്റഡ് ആണ്, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിലും എടുത്തു പറയേണ്ടത് സിസോനെയാണ്. അവനൊരു പ്രോജക്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് രാവും പകലും നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊരു റിസൾട്ട് കണ്ടെത്തും. അത്രയ്ക്കും ടാലന്റ് ആണ് അവനിലുള്ളത്. അതേ ടൈം ലില്ലി ആണെങ്കിലും മാർക്കറ്റിംഗിൽ പുലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷിങ്ചനിലുള്ള ഓരോരുത്തരെയും പറ്റി ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഞാനും, ജിങ്ഷി ഓരോരുത്തരെയും ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ തന്നെയായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് എനിക്കറിയാന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും അയാള്, എന്നാലും ജിങ്ഷിയും കൂടി തിരിച്ചു വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം, ഇപ്പൊ അർജന്റായിട്ട് നമ്മുടെ പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനെപ്പറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, അതിനായിട്ട് ഞാൻ ജർമ്മനിയിലേക്കുള്ള ബേസിലേക്ക് പോവാണെന്ന് പറയും. അതേ ടൈമിൽ ഇങ്ങനെയും നാൻസിനെയും കാണിക്കാണ്, നീ ഇപ്പോ ഇവിടെ ഉണ്ടല്ലോ, നീ ഇന്ന് എന്തായാലും അമ്മേനെ നോക്ക്, കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഞാൻ വന്നേക്കാന്നും പറഞ്ഞ് ബൈക്കും എടുത്ത് പോകും. അതേ ടൈമിൽ ഇങ്ങനെ അമ്മയാണെങ്കിലോ കുറച്ചു ദിവസമായിട്ട് കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിച്ച എന്റെ വയർ കേടായി എന്നാ തോന്നുന്നത്, ഇത് ശരിയാക്കാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെന്നും പറഞ്ഞ് പെട്ടെന്ന് പോയി ഒരു സ്നാക്സ് ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ലിങ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ തന്നെ ആ സ്നാക്സ് പില്ലോന്റെ അടിയിലേക്ക് വെച്ച് ഇപ്പൊ വീണ്ടും വയ്യാത്ത പോലെ ആക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കും.
ആ ടൈമിന് ലിങ്ങും അകത്തേക്ക് വരും. എന്താണമ്മ റൂമിലേക്ക് കയറിയപ്പോ വല്ലാത്തൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, എന്തോ സ്പൈസി ഫുഡിന്റെ സ്മെല്ലാണെന്ന് പറയും. ദൈവമേ, ഇതെങ്ങനെ ഇവൻ കണ്ടുപിടിച്ചു? ഇവന് ഇത്രക്കും കഴിവുണ്ടോ? ഇനി ഞാൻ പെട്ടുപോകുമോ എന്ന് ആലോചിച്ചിട്ട് പെട്ടെന്നൊരു ഐഡിയ മനസ്സിലേക്ക് വരും. എന്താ മോനെ, നിനക്ക് സ്മെല്ല് വരുന്നുണ്ടോ? പക്ഷെ നിന്റെ അമ്മക്ക് ഒരു സ്മെല്ല് പോലും വരുന്നില്ല. ഇനി അങ്ങനെയുള്ള വല്ല അസുഖമായിരിക്കും എനിക്കെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്ത് കരയാനായിട്ട് തുടങ്ങും. അമ്മ അമ്മ കരയണ്ട കരയണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എനിക്കിങ്ങനെ ഒരു സ്മെല്ലും വരുന്നില്ല. അമ്മ ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്ക്, ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം, ആരോ ഇങ്ങോട്ടേക്ക് വരുന്ന പോലെ തോന്നുന്നു എന്നും പറഞ്ഞ് ലിങ് അങ്ങനെ പുറത്തേക്ക് പോകും. എന്താടാ ഇത്, ഇനി എത്ര പേരാണ് എന്നെ കാണാനായിട്ട് വരുന്നത്? ഞാനൊരു പേഷ്യന്റും അല്ല, ഫേക്ക് പേഷ്യന്റ് ആണെന്നും പറഞ്ഞ് അമ്മയും വല്ലാണ്ട് പുലമ്പിക്കൊണ്ടിരിക്കും. അമ്മേനെ ഇപ്പൊ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നത് വേറെ ആരുമല്ല, ഞാനാണ്. അങ്ങനെ തന്നെ ലിങ് വന്ന് വാതിൽ തുറക്കും. അമ്മക്ക് വയ്യാത്ത കാര്യം നീ എന്തുകൊണ്ട് എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞില്ല? മാറി നിൽക്കടാന്നും പറഞ്ഞ് നേരെ അമ്മയുടെ റൂമിലേക്ക് വരും. എന്താ ആന്റി, ആന്റിക്ക് എന്താ പറ്റിയത്? ആന്റിക്ക് ഒട്ടും വയ്യെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറിനെ കാണിക്കാന്ന് പറയും. ഏയ് അതൊന്നും വേണ്ട മോനെ, എന്നെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താ അത് തനിയെ പോയിക്കോളും, എനിക്കറിയാന്നും പറഞ്ഞ് നിൽക്കും. ആ ടൈമിന് ലിങ്ങും അങ്ങോട്ടേക്ക് വന്ന് ഞാനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കും. അമ്മ എന്തായാലും റെസ്റ്റ് എടുക്ക്, ഞാനേ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ എടുത്തുകൊണ്ട് വരാന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. ഞാനാണെങ്കിലും ഷോക്കാകും. ഇതെന്താണിത്, ഇവനിതെന്ത് പറ്റി? പെട്ടെന്ന് എന്താണ് ഇവൻ ഇങ്ങനെ ഒരു മാറ്റം? എന്തോ ഉത്തരവാദിത്വം വന്ന പോലെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അവൻ പാവണു മോനെ, നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞ് ലിങ്ങിനെ ആദ്യം ഒന്ന് പൊക്കി പറയും. അതിനുശേഷം ജിങ്ഷിയുടെ കാര്യം എടുത്തിടും. നീയും ജിങ്ഷിയും കൂടി ബ്രേക്കപ്പ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. സത്യം പറഞ്ഞ ജിങ്ഷി ഒരു പാവം പിടിച്ച കുട്ടിയാണ്, അത്രയ്ക്കും നല്ലൊരു പെൺകുട്ടിയാണ്. വലിയ ഫാമിലിയിൽ നടക്കുന്ന പൊളിറ്റിക്സ് ഒന്നും അവൾക്കറിയില്ല, ആ ഒരു കാര്യം മാത്രമേ അവൾക്ക് അറിയാണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് ഞാൻ ലിങ്ങിന്റെ അമ്മ ഒളിപ്പിച്ചു വെച്ച സ്നാക്സിന്റെ പാക്കറ്റ് കാണും. ആന്റി എന്താ ഇത്, സ്പൈസി ആയിട്ടുള്ള ചിപ്സിന്റെ പാക്കറ്റ് ആണല്ലോ ഇത്, ഇവിടെ എന്താ നടക്കുന്നത്? ആന്റിക്ക് വല്ല അസുഖവും ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ അങ്ങനെ ഏകദേശം കാര്യമെല്ലാം ഗസ് ചെയ്തെടുക്കും. ഇനിയിപ്പോ വേറെ നിവൃത്തിയില്ലല്ലോ, സത്യം തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ലിങ്ങിന്റെ അമ്മ എല്ലാ കാര്യവും പറയും. ലിങ് ഉണ്ടല്ലോ ഒരു പെൺകുട്ടിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്, അവളോട് അവളുടെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് അവന് പറ്റുന്നില്ല. എന്നാ പിന്നെ ഞാൻ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് വയ്യാന്ന് പറഞ്ഞ ഒരു ആക്ടിങ് കൊടുത്തത്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് അവരെ എങ്ങനെയെങ്കിലും സെറ്റാക്കി വിടണം, അതാണ് എന്റെ പ്ലാൻ. എന്തായാലും നീ ഈ കാര്യം ആരോടും പറയരുത്, പ്രത്യേകിച്ച് ലിങ്ങിന്റെ അടുത്ത് പറയരുതെന്ന് ഇങ്ങനെ പറയും. ആ ഓക്കെ, എന്തായാലും ഞാൻ ഈ കാര്യം അവന്റെ അടുത്ത് പറയുന്നില്ല എന്നറിയും. എനിക്കറിയാം മോനെ, നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. നീയും കൂടി ഇരുന്ന് ഈ ചിപ്സ് ഒക്കെ കഴിക്കെന്നും പറഞ്ഞ് കുറച്ച് ചിപ്സ് ഒക്കെ എടുത്ത് കൊടുക്കും. എനിക്ക് ഈ ചിപ്സ് ഒന്നും വേണ്ട ആന്റി, എന്തായാലും ആന്റി ഈ ചിപ്സ് ഒക്കെ കഴിക്കുന്നത് കുറച്ച് കുറക്കുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് നേരെ ലിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. നീ നിന്റെ അമ്മേനെ നല്ല രീതിയിൽ നോക്കണം, നീ നല്ല കുട്ടിയായിട്ടിരിക്കണോന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ലിങ് ഞാൻ എന്റെ ഷോൾഡറിൽ തട്ടിക്കൊടുത്തിട്ട് ആദ്യം നീ നന്നായിട്ടിരിക്കാൻ നോക്ക്, അതിനുശേഷം നീ എന്നെ അഡ്വൈസ് ചെയ്താൽ പോലെ എന്നിങ്ങനെ ചോദിക്കും. നിന്നെ അഡ്വൈസ് ചെയ്യാൻ വന്ന എന്നെ വേണം ആദ്യം ചെരിപ്പൂരി അടിക്കാനെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകും. എന്തായാലും ഞാൻ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്റെ വർക്ക് അടുത്തത് എന്താന്ന് വെച്ചാൽ നോക്കണോന്നും പറഞ്ഞ് പുള്ളിക്കാരൻ നേരെ ജർമ്മനിയിലേക്ക് പോകും. അതേ ടൈം ജിങ്ഷി ആ ഒരു പ്രൊഫസറിനെ കാണാനായിട്ട് നേരെ ആ ലൈബ്രറിയിലേക്ക് ചെല്ലും. നീ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത ആ ഒരു പ്രോജക്റ്റ് അടിപൊളിയായിട്ടുണ്ട്, അതുമല്ലാണ്ട് ചൈനയില് യാനിന്റെ ടീം ഇപ്പോ ഒരു ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുണ്ട്. അതില് ടെക്നിക്കൽ ടീമായിട്ട് നിന്റെ ടീമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിന് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. താങ്ക് യു പ്രൊഫസർ, നിങ്ങൾ ഈ കാര്യം എന്നോട് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നാളെ തന്നെ ഞാൻ ചൈനയിലേക്ക് പോവാന്ന് പറയും. ആ ടൈമിനാണ് ചെങ്ലി അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ എന്താണ് എന്നെ വിട്ടിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്താ സംസാരിച്ചത്? ജിങ്ഷി നീ നാട്ടിലേക്ക് പോവാണോന്ന് എന്ന് ചോദിക്കും. അതെ, ഞാൻ നാളെ പോവാന്ന് പറയും. ആ ടൈമിനാണ് പ്രൊഫസറിന് ഒരു കോള് വരുന്നത്. കോൾ എടുത്ത ഉടനെ തന്നെ ഞാൻ ലൈബ്രറിയിലുണ്ട്, എന്റെ കൂടെ ചിങ്ലി ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ചിങ്ലിയും എന്തായാലും എനിക്ക് വരുന്ന പണിയാണെന്ന് തോന്നുന്നു, ഇവളുടെ കൂടെ രക്ഷപ്പെട്ടേക്കാന്നും പറഞ്ഞ് ജിങ്ഷിയുടെ കൂടെ ചിങ്ലിയും പുറത്തേക്ക് പോകും. പക്ഷെ അങ്ങോട്ടേക്ക് വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ യാനായിരിക്കും. ചിങ്ലി എന്റെ അടുത്ത് തന്നെ ഇത്രയും നേരം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയി. അവൻ ഭയങ്കര ടാലന്റഡ് ആണെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ കുട്ടികളെ പോലെയാന്ന് പറയും. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ചില സമയങ്ങളിൽ ഇതേപോലെ കുട്ടിത്തരമൊക്കെ കാണിക്കും, അതൊക്കെ അവരുടെ പാട്ടിനെ അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയും. എന്തായാലും നീ അവനെ അപ്രോച്ച് ചെയ്യും, നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു തരുമെന്ന് പ്രൊഫസറും പറയും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ യാനും ജിങ്ഷിയും കൂടി പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുത്തില്ലേ ആ ഒരു സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്നിരുന്ന് ജിങ്ഷിനെ കുറിച്ച് ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും. ജിങ്ഷി നിനക്ക് സ്ട്രോബെറി കേക്ക് അല്ലേ ഇഷ്ടമെന്ന് ഇങ്ങനെ ചോദിക്കും. അതേന്ന് പറയും. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ജിങ്ഷിയാണെന്ന് മനസ്സിലാക്കി ഞാൻ പയ്യെ തല ഉയർത്തി നോക്കും. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ജിങ്ഷി ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കാണും. ആകെ ഷോക്കായിട്ട് എന്ത് സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ലാണ്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ ടൈമിനാണ് ചിങ്ലി അങ്ങോട്ടേക്ക്
വരുന്നത്. എന്താ നിങ്ങൾ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? പരസ്പരം പരിചയമുണ്ടോന്നും ചോദിച്ച് യാനിന ഇവരുടെ കൂടെ തന്നെ പിടിച്ചെടുത്തു. ആ, ഞങ്ങൾക്ക് പരിചയമുണ്ട്, കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചെന്ന് ജിങ്ഷി പറയും. ഓ, അതുകൊണ്ടാണോ രണ്ടുപേരും കണ്ടിട്ട് ഷോക്കായിട്ട് നിന്നത്? എന്തായാലും കൊള്ളാം. അല്ല നീ എപ്പോ വന്നു? ഓ, നീയാണോ പ്രൊഫസറിനെ കാണാനായിട്ട് വന്നത്? നീയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് ഓടി പോരില്ലായിരുന്നു. അല്ല, നീ എന്തിനാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നേന്ന് എന്നെ ചോദിക്കും. നീ എന്തിനാണ് ഇവിടെ നിന്ന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നിന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ്. യൂസ് ചെയ്ത് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് നിന്റെ ഹെൽപ്പ് വേണം. എത്രയോ വലിയ വലിയ കമ്പനികൾ വിളിക്കുന്നുണ്ട്. അവര് തരുന്നതിനേലും പ്രോഫിറ്റ് കൂടുതലായിട്ട് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടെ വരണം. എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമെന്നറിയും. അപ്പൊ തന്നെ ചെങ്കിലും എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പൊ തന്നെ ജിങ്ഷി എന്തായാലും നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, എനിക്ക് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങും. ഇത് കാണുമ്പോ തന്നെ ചിങ്ലിയും എന്തായാലും എനിക്കും പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാനും ജിങ്ഷിയുടെ കൂടെ പോവാന്നും പറഞ്ഞ് നടക്കുമ്പോഴേക്കും ഞാനാണെങ്കിലോ ജിങ്ഷിനെ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറയും. അപ്പൊ തന്നെ ചിങ്ലിയും എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കുക, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ രണ്ടുപേരും കൂടി നടക്കാനായിട്ട് തുടങ്ങും. നാളെ നീ തിരിച്ച് ചൈനയിലേക്ക് പോവാണോ? നീ എന്നെ കുറിച്ച് ആ ടൈമിന് വല്ലതും ആലോചിച്ചായിരുന്നോ? കുറച്ചെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ എന്നെ കുറിച്ച് നിനക്ക് മനസ്സിലാവുമായിരുന്നു. നിന്നെ കുറിച്ചും ഞാൻ ആ ടൈമിന് ചിന്തിച്ചില്ല. അതെന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. എന്നാലും നീ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലാവുന്നില്ലേ നിന്നെ ചോദിക്കും. ജിങ്ഷി ഒന്ന് ആലോചിച്ചിട്ട് ആ ടൈമിന് നീ എന്നെ യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോ ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. പക്ഷെ എന്റെ ലൈഫില് ലവ് മാത്രമല്ല, ഒരു വലിയ കമ്പനി എന്നെ വിശ്വസിച്ച് എന്റെ കൂടെയുണ്ട്. അപ്പോ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എന്റെ ജോബിന് കൊടുത്തത് തെറ്റാണെന്നും പറയാനായിട്ട് സാധിക്കില്ല. അതേപോലെ നിനക്കും ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇപ്പോ ഞാൻ നിന്റെ കമ്പനിക്ക് നല്ലൊരു മാനേജറിനെ പോലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നിന്റെ പൊസിഷൻസ് ഒക്കെ ഇപ്പോഴും അവിടെ ഒഴിഞ്ഞു കിടക്കുവാണ്. നീ തിരിച്ച് അതിലേക്ക് വന്നൂടെ? ഇതിനെപ്പറ്റി നീ ഒന്ന് ആലോചിച്ചു നോക്കെന്നറിയും. ജിങ്ഷിയും അവിടെ നിന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ഞാൻ വീണ്ടും എന്റെ ലൈഫിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ലവ് എന്ന ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ നീ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥാനത്ത് നിനക്ക് മാത്രമേ ഇരിക്കാനും സാധിക്കുള്ളൂ. ആ ഒരു സ്ഥാനം നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഒഴിഞ്ഞിട്ടിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കുമെന്ന് പറയും. ജിങ്ഷി അപ്പൊ തന്നെ യാനിനെ ഒന്ന് നോക്കും. ഇത് ലവ് തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ലവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പല പല രീതിയിലായിരിക്കും. ഞാൻ എന്റെ ലവ് ഒട്ടുമൊത്തം ചേർത്ത് വെച്ച് നിനക്ക് കുറച്ച് കുറച്ചല്ല തരാനായിട്ട് പോകുന്നത്. ഓരോ ദിവസം കൂടുന്തോറും എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത്രയും ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ജിങ്ഷി ആണെങ്കിലും ഒന്നും തന്നെ മിണ്ടുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ചൈനയിലേക്ക് പോവാനായിട്ട് ജിങ്ഷി നേരെ ഫ്ലൈറ്റിൽ കയറിയിരിക്കും. ജിങ്ഷിയുടെ അടുത്ത് തന്നെ വേറൊരു ലേഡിയും ഇരിപ്പുണ്ട്. ആ ടൈമിന് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് ആ ലേഡിയുടെ അടുത്ത് ഞാൻ എന്റെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നിങ്ങൾക്കായിട്ട് തരാം, ഈ സീറ്റ് എനിക്കായിട്ട് ഒഴിഞ്ഞു തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ബിസിനസ് ക്ലാസ് ടിക്കറ്റ് അല്ലേ, ആരെങ്കിലും വേണ്ടാന്ന് നോക്കൂ. അങ്ങനെ തന്നെ ആ ലേഡിയും ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്ന് ഞാനേ നിന്റെ അടുത്ത് ഒരു ബിസിനസ് പ്രപ്പോസല് കാണിക്കാനായിട്ട് വന്നതാന്ന് പറയും. ഈ ഒരു പ്രപ്പോസല് എന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അതിന് ആ കമ്പനിയിൽ ഇപ്പോ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്തൊക്കെ വന്നാലും ഈ കമ്പനിയുടെ വൺ ഓഫ് ദി ഷെയർ ഹോൾഡർ ആണ് നീ. അപ്പോ ഇത് കാണാനായിട്ടുള്ള അർഹതയും നിനക്കുണ്ട്. പിന്നെ ഞാൻ എന്റെ എക്സ് ആയത് കൊണ്ട് പറയുന്നതല്ല, നീ വീണ്ടും വന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യും, നിന്റെ ആവശ്യവും അവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ജിങ്ഷിയും ആലോചിച്ചിരിക്കും. അതിനുശേഷം ജിങ്ഷി ആണെങ്കിലും നീ നിന്റെ സീറ്റിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനാണെങ്കിൽ ഉറങ്ങുന്ന പോലെ ഒരു ആക്ടിങ് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ജിങ്ഷിയും ഫയൽസ് ഒക്കെ തുറന്ന് വായിക്കാനും തുടങ്ങും. ഇതാണെങ്കിലും നൈസായിട്ട് ഞാൻ കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഫയൽസ് ഒക്കെ വായിച്ച് വായിച്ച് ജിങ്ഷി ആണെങ്കിലും ഉറങ്ങിപ്പോകും. അപ്പൊ തന്നെ ഞാൻ പോയിട്ട് അവളുടെ കഴുത്തില് ഒരു പില്ലോയൊക്കെ എടുത്ത് വെച്ച് ഇവന്റെ ഷോൾഡറും കൂടി അവൾക്ക് സപ്പോർട്ടിനായിട്ട് കൊടുത്ത് ജിങ്ഷി കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇവനും അങ്ങനെ കിടന്നുറങ്ങും. അതേ ടൈമിന് ലില്ലിനെയും ജിജോനെയും കാണിക്കാണ്. ജിങ്ഷി വരുമ്പോ ഇവളെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു ബൊക്കെയൊക്കെ ആയിട്ട് രണ്ടുപേരും വന്നേക്കുവാണ്. ജിങ്ഷി വരുമ്പോ അവൾക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ജിങ്ഷിനെ നോക്കി നിൽക്കാണ്. ആ ടൈമിനാണ് ജിങ്ഷിയും ഞാനും ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങി ഒരുമിച്ച് വരുന്നത്. ഇതാണെങ്കിലോ ഇവര് കണ്ട് എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോയി ഒളിഞ്ഞു നിൽക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഒന്ന് മറഞ്ഞു നിൽക്കും. അങ്ങനെ ഞാനും ജിങ്ഷിയുടെ പെട്ടിയൊക്കെ എടുത്ത് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ജിങ്ഷിനെ കൂട്ടി അവിടെ നിന്ന് പോകും. ലില്ലിയും സിസോയും ആണെങ്കിലോ ഇവര് പോകുന്നത് നോക്കി പയ്യെ തലപൊക്കി നേരെ നിൽക്കും. രണ്ടുപേരും ഫേസ് ടു
ഫേസ് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുവാണ്. രണ്ടുപേർക്കും വല്ലാണ്ട് ഓക്വേർഡ് ആകും. അപ്പൊ തന്നെ സിസോ സോറി എന്നും പറഞ്ഞ് മാറും. അതേ ടൈം യാനും ജിങ്ഷിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലാണെങ്കിലും യാനിന്റെ അസിസ്റ്റന്റും ഉണ്ട്. എന്തായാലും ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ് ഡാഹ്വാന്റെ കാര്യം അസിസ്റ്റന്റ് എടുത്തിടും. പാവം ഡാഹ്വാൻ നിങ്ങളെ കാണാണ്ട് വല്ലാത്ത സങ്കടത്തിലാന്ന് പറയും. അപ്പൊ തന്നെ യാനും ഡാഹ്വാന്റെ ഒരു പിക്ക് ജിങ്ഷിക്ക് അയച്ചു കൊടുക്കും. ഇത് കണ്ട് ജിങ്ഷിയും ഡാഹ്വാൻ ഇത്തിരി ഗുണ്ടായിട്ടുണ്ട്, എന്തായാലും കുറച്ച് സ്നാക്സ് ഒക്കെ കുറക്കണോന്ന് പറയും. ആ ഓക്കെ ഞാൻ ചെയ്തോളാന്ന് പറയും. എന്നാലും അസിസ്റ്റന്റ് ജിങ്ഷി ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് ഡാഹ്വാനെ കാണ്, ഡാഹ്വാൻ നിങ്ങളെ കാണാണ്ട് വല്ലാത്ത ഡിപ്രഷനിലാണെന്ന് പറയും. ആ ഓക്കെ ടൈം ഉള്ളപ്പോ ഞാൻ ചെന്ന് കണ്ടോളാന്ന് ജിങ്ഷിയും പറയും. ഇത് കേൾക്കുമ്പോ യാനിന്റെ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞാൻ ജിങ്ഷിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. ഇനി നീ ഇങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് വന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്ക്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞാൻ നിന്റെ പേരിൽ അയച്ചേക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകും. ജിങ്ഷിക്കാണെങ്കിലോ ഇത് കേട്ട് ഡബിൾ ഹാപ്പി. യാനും കാറിലേക്ക് വന്നിരുന്ന് ചിരിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന അസിസ്റ്റന്റും ബോസ് നിങ്ങൾ ചിരിച്ചിട്ടില്ലേ, ഇപ്പോ ഒരുപാട് നാളായി, നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോ എനിക്കും ഹാപ്പി ആയി എന്ന് പറയും. അങ്ങനെ നൈറ്റ് ജിങ്ഷിയും ലില്ലിയും നാൻസിയും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പൊ തന്നെ ലില്ലി ഞാനും സിസോയും കൂടി നിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് വന്നായിരുന്നു. ആ ടൈമിനാണെങ്കിലോ നീയും ഞാനും കൂടി നടന്നു വരുന്നു. എന്തായാലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാണ്ടിരുന്നതാണ്. എന്താടി നിങ്ങൾ രണ്ടുപേരും വീണ്ടും സെറ്റായോ, നീ അവനോട് ക്ഷമിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനും ജർമ്മനിയിലേക്ക് പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ബിസിനസ്സിൽ എങ്ങനെ ഇരിക്കണം എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ആലോചിക്കുമ്പോ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ബിഹേവ് ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. ആ ടൈമിനാണ് ഞാൻ അയച്ച ജോയിനിങ് ലെറ്റർ ജിങ്ഷിയുടെ മെയിലിലേക്ക് വരുന്നത്. ഈ കാര്യം അങ്ങനെ തന്നെ ലില്ലിയുടെ അടുത്ത് പറയും. ലില്ലി ആണെങ്കിലോ എത്രയും പെട്ടെന്ന് നീ വന്ന് ജോയിൻ ചെയ്യും, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ജിങ്ഷി റെഡി ആയിട്ട് നേരെ ഓഫീസിലേക്ക് ചെല്ലും. ജിങ്ഷി വന്ന കാര്യം അങ്ങനെ തന്നെ അസിസ്റ്റന്റും ഞാനിന്റെ അടുത്ത് പറയും. എനിക്കറിയാം അവൾ വരുമെന്ന്, അവൾക്ക് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്നറിയും. അങ്ങനെ ജിങ്ഷി അവളുടെ ക്യാബിനിലേക്ക് ചെല്ലും. അവളുടെ ID കാർഡൊക്കെ എടുക്കും. അതുമല്ലാണ്ട് ഡാഹ്വാന്റെ ഒരു ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് നോക്കി നിന്ന് സിസോനെയും ലില്ലിനെയും കോൾ ചെയ്ത് വിളിപ്പിക്കും. അങ്ങനെ മൂന്നുപേരും കൂടി പ്രോജക്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കും. അതിനുശേഷം ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ജിങ്ഷി നേരെ ഒരു മീറ്റിംഗ് റൂമിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ ഇപ്പോ ചിങ്ലിയും വന്നിട്ടുണ്ട്. നീ എപ്പോ വന്നു, കൊള്ളാലോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് ഞാനും വേറൊരാളും കൂടി അങ്ങോട്ടേക്ക് വരും. അങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങള് ഇവിടെ 4 പേരും കൂടി ഡിസ്കസ് ചെയ്യാനും തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഞാനാണെങ്കിലോ ജിങ്ഷിന ഇടം കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും അവള് തിരിച്ചു വന്നല്ലോ, അതിന്റെ ഒരു ആശ്വാസത്തിലാണ് നമ്മുടെ ഞാനുള്ളത്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.